ഹായ് സ്റ്റുഡൻസ്, ഇപ്പം നാറ്റയുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ പോലും ഞാൻ പറയാണ്, നാറ്റയുടെ എക്സാംസ് നമുക്ക് ഇത്തവണ എത്ര തവണ വേണമെങ്കിൽ എഴുതാം. 3 ടൈംസ് ഒരു കുട്ടിക്ക് എഴുതാം. അതിൽ ബെസ്റ്റ് ഓഫ് 3 ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ കീമിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ കീം പോർട്ടലിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാലിഡ് നാറ്റ സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ 3 ഡേറ്റ്സിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ആ 3 ഡേറ്റ്സ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അത് വേണ്ട ഫോർമാറ്റിലാക്കിയിട്ട് തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഫോൺ നമ്പർ, മെയിൽ ID ഇതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നാറ്റ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ സാറ്റർഡേയ്സും സൺഡേയ്സും ഇത് എഴുതാനുള്ള ചാൻസസ് ഉണ്ട്. എങ്കിൽ പോലും കേരളത്തിലുള്ള കീം ആസ്പിരൻസിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ആ ഒരു കീം ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ പറയുന്ന ടെൻറ്റേറ്റീവ് ഡേയ്സിനുള്ളിൽ തന്നെ നാറ്റ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിന് തന്നെ നമ്മൾ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തിട്ട് സൈൻ അപ്പ് കൊടുത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന ഫോൺ നമ്പർ, മെയിൽ അഡ്രസ്സ് മുതലായ കാര്യങ്ങളെല്ലാം നമ്മുടെ അഡ്മിഷൻസ് കഴിയുന്ന വരെ വളരെ അർജൻറ്റായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളത് വേറെ എവിടെയും കളയാതെ സൂക്ഷിക്കണം. നമുക്ക് ആക്സസ് ഇല്ലാത്ത മെയിൽ ID, അതുപോലെ തന്നെ നമുക്ക് അതായത് മിസ്സാവാൻ സാധ്യതയുള്ള ഫോൺ നമ്പേഴ്സ് അതൊന്നും കൊടുക്കരുത്. നമ്മുടെ നമ്പർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വൺസ് അത് എല്ലാം കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് സെലക്ട് ചെയ്യേണ്ടി വരും. ഈ പാസ്വേഡ് സെലക്ട് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ നമ്മുടെ പാസ്വേഡ് ഒരു ബുക്കിൽ എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം തന്നെ നമ്മളൊരു ബുക്കിൽ എഴുതിക്കൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പിന്നീട് ഏതെങ്കിലും സമയത്ത് നമുക്ക് പാസ്വേഡ് മിസ്സാവുകയോ അതല്ലെങ്കിൽ ഇത് ലോഗിൻ ചെയ്യാത്ത അവസ്ഥ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോഗിൻ ക്രെഡൻഷ്യൽസ് കറക്റ്റായിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഉള്ളിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യണ എല്ലാ കാര്യങ്ങളും, സൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റർ ചെയ്യണ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു മെയിൽ ID, ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒന്നാമത്തെ നാറ്റ എഴുതുമ്പോൾ ഒരു മെയിൽ ID, രണ്ടാമത്തെ നാറ്റ വേറെ മെയിൽ ID, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എല്ലാ വട്ടവും 3 തവണ വരെ എഴുതാമെന്നാണല്ലോ പറയുന്നത്. 3 തവണ എഴുതുന്നതിൽ ബെസ്റ്റ് ഓഫ് 3 ആണ് എടുക്കുന്നത്. അപ്പോൾ 3 തവണ എഴുതുമ്പോഴും സെയിം ലോഗിൻ ID വെച്ച് തന്നെ അപ്ലൈ ചെയ്യുക. പറ്റാവുന്നതും ഫസ്റ്റ് സ്ട്രെച്ചിൽ തന്നെ 3 അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും രണ്ടാമത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പ്രീവിയസ്ലി ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഉണ്ടാവുന്നല്ല. നമ്മൾ ആദ്യത്തെ ഒരു തവണ ഒരു വട്ടം അപ്ലൈ ചെയ്ത് എഴുതി രണ്ടാമത്തെ സെയിം ലോഗിൻ ID ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പ്രീവിയസ്ലി കണ്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴേ തന്നെ പ്ലാൻഡ് ആണെങ്കിൽ എല്ലാം നമുക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഗ്നൈറ്റിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് തന്നെ ഒരു ഷെഡ്യൂൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഒരു നല്ലൊരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ വൺ സൈനപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിലെല്ലാം തന്നെ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചുകൊണ്ട് വേണം ഇത് ലോഗിൻ ചെയ്യാൻ. സൈനപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ മുമ്പ് ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസൊക്കെ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വരും. നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസിലെല്ലാം തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈവൻ റിസർവേഷൻ കാറ്റഗറി മറ്റു കാര്യങ്ങൾ ഒക്കെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ അഡ്രസ്സും മറ്റു കാര്യങ്ങൾ കൊടുക്കുമ്പോഴും ഫസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ പിന്നീട് അഡ്രസ്സ് കോളമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അഡ്രസ്സ് നിങ്ങൾ ഈ റെഡ് വരുന്ന നിർബന്ധിതമായിട്ട് ഫില്ല് ചെയ്യേണ്ട ഫീൽഡുകളെല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത സെഷൻ വരുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അപ്ലോഡിങ് ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചറും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അറിയാവുന്ന ഫീൽഡുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് ഫില്ല് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ക്രൈറ്റീരിയ എല്ലാം ഉണ്ടെന്ന് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മെയിൽ വെരിഫിക്കേഷൻ മുതലായ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ലോഗിൻ ചെയ്യേണ്ടത്. ആ ഒരു പോയിൻ്റ് മെയിൽ വെരിഫിക്കേഷൻ സ്റ്റെപ്പ് ഞാനിവിടെ കാണിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൺസ് ഈ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് മറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ +2 ആണ് സ്റ്റേറ്റ് സ്റ്റുഡൻസിനും CBSE സ്റ്റുഡൻസിനൊക്കെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലാസ് നെറ്റിൽ അവൈലബിൾ ആണ്. ആ അവൈലബിൾ ആയിട്ടുള്ള ഫോർമുലാസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ കൺവേർഷൻസ് എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡിങ്ങും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അപ്ലോഡിങ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു പറയുന്ന സൈസിൽ തന്നെ റീസൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം, പറയുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മാർക്ക് +2 മാർക്ക് ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് +2 മാർക്ക് അവൈലബിൾ ആയിരിക്കും. കറൻ്റ്ലി സ്റ്റഡി ചെയ്യുന്ന കുട്ടികൾക്കാണ് അത് അവൈലബിൾ അല്ലാതിരിക്കുക. അപ്പോൾ വരുമ്പോൾ ഈ ഒരു ഫോം വരണമെന്നില്ല. അപ്പോൾ വരുന്നതനുസരിച്ച് നിങ്ങൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫോട്ടോയും മറ്റ് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ID കാർഡും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളതെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റായിട്ടുള്ള ഒരു പറയുന്ന ഫോർമാറ്റിൽ പറയുന്ന സൈസിലാക്കിയതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് വളരെ ക്രൂഷ്യലാണ്. അതിനുശേഷം ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് UPI IDs വെച്ച് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ചെയ്യാം, മുതലായ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സുകളെല്ലാം തന്നെ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് എമൗണ്ട് 1000 rupees വരുന്നത്. ഒരു ചാൻസ് ആയിട്ട് എഴുതുമ്പോൾ 2 ചാൻസ് 3 ചാൻസ് എഴുതുന്ന കുട്ടികൾക്ക് അതനുസരിച്ചിട്ടുള്ള ഇത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വൺസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് സ്റ്റെപ്സ് നിങ്ങളങ്ങനെ ഓരോരുത്തർക്ക് അവരുടേതായ രീതിയിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ UPI ID വെച്ചിട്ടോ മറ്റു കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഏത് വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ ചെയ്യുക. ഓക്കെ, ഓക്കെ, പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റ് സിറ്റി സെലക്ട് ചെയ്യണം. അപ്പോൾ കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ടെസ്റ്റ് സിറ്റീസ് എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. എക്സാം ഡേറ്റും എക്സാം ഷിഫ്റ്റും നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വൺസ് ആ ഒരു സ്ലോട്ട് കംപ്ലീറ്റ്ലി ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ലോട്ട് അവൈലബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ആ ഒരു സ്ലോട്ട് നോക്കി സെലക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പാണ് നമുക്ക് എല്ലാവരെയും സംബന്ധിച്ചിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. കാരണം എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് വിചാരിച്ച സ്ഥലത്ത് കിട്ടണമെന്നില്ല, വിചാരിച്ച സ്ലോട്ടിൽ. അപ്പോൾ നമുക്ക് വളരെ മുൻപേ ചെയ്യുന്ന കുട്ടികൾക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ.